ഇപ്പം ആൾട്ടർനേറ്റീവ് വെറ്റ്ലാൻഡ് അങ്ങോട്ട് പോയാൽ ബസ് സ്റ്റോപ്പ് 2 എത്തും. എന്നിട്ട് വീണ്ടും കറങ്ങി വരണമല്ലോ. നല്ലൊരു ഐഡിയ ആണെന്ന് പറയാം. എന്ത് അല്ല, ബസ് സ്റ്റോപ്പ് 2 ചെല്ലും. എന്നിട്ട് വീണ്ടും അതിലൂടെ തിരിച്ചു നടന്നു മുമ്പിൽ എത്തണം. ഇനി ഒരു 10 മിനിറ്റ് നടന്നാൽ പോരെ. ബസ് സ്റ്റോപ്പ് 2 എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ എത്തി സമയം 10:30 ആയി. അപ്പോൾ അതുകൊണ്ടായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ഇവര് ബസ് സ്റ്റോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇനിയിപ്പോൾ ബസ് വേണമെന്ന് പറഞ്ഞ് വല്ല ബട്ടണും പിടിച്ച് വെക്കണം. എന്തിനാ? അത് നീ കണ്ടില്ല, അത് ഓരോ ടൈമിലെ ബസ് വരുള്ളൂ. ടൈം ടേബിൾ കണ്ടില്ല? ബസ്സിൻ്റെ ടൈം ടേബിൾ ആ സൈഡിൽ ചോദിച്ചിട്ടുണ്ടോ? എല്ലാം ശ്രദ്ധിക്കണം. ഇവരോട് ഇപ്പോൾ ഒരു വണ്ടി പോയിട്ടുണ്ട്. പന്നിയേരെ പിടിക്കാൻ മറ്റേ ഇത് വെക്കാൻ പോയായിരിക്കും, പീനട്ട് ബട്ടർ. പിന്നെ പന്നിയിലേക്ക് എടി ആ കാട്ടം എൻ്റെ മനസ്സിലായത് പന്നിയിലിയുടെ കാട്ടമാ. പന്നിയിലെ പിടിക്കാൻ വേണ്ടി ഒരു ദിവസം ചേർന്നേ. തുറന്നവരുന്നല്ല, ഇവിടുത്തെ ഏതെങ്കിലും മറ്റേ സ്പീഷ്യസിന് അത് എൻഡേഞ്ചർ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും. 2 പാമ്പിനെയും പറഞ്ഞിട്ടാ പോരെ, 2 പാമ്പിനെയും വിട്ടാൽ പോരെ. അപ്പോൾ അത് പെരുകി ഇവിടെ പാമ്പാവൂല. അപ്പോൾ പെരുകി ഇങ്ങോട്ടിറക്കി വരാൻ പറ്റില്ലല്ലോ. ശരിയാ, അത് പിന്നെ കീരിയ വാങ്ങിച്ചു. എനിക്ക് രാത്രി എവിടെ നടക്കാം. രാത്രി ഞാൻ ഒരു സ്ഥലത്ത് വണ്ടി ഇപ്പോൾ എവിടെയെങ്കിലും കുടുക്കിന് കൊണ്ടിട്ടിട്ട് നടക്കുമ്പോൾ പേടിക്കണ്ട, പാമ്പൊന്നും ഇല്ല. ഇല്ല, ഇവിടെ പാമ്പുണ്ടായിരുന്നു. എനിക്ക് കൊന്നുകളഞ്ഞാൽ അതിന്. അതാ പറഞ്ഞേ, ഇല്ലല്ലോ. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലമാണ് വെറ്റിലാൻഡ്. അതാണ് വെറ്റിലാൻഡ്. എൻ്റെ ഗെയിമിലൊക്കെ കാണുന്ന പോലെ ചതുക്കുന്നില്ല. അയ്യാ, എട്ട് മിനിറ്റ് വേണം. ഒരു സ്ഥലം കൂടെ ഉള്ളൂ. സ്ഥലത്തെ എടുത്തു 15. അത് സമയത്തിനെത്തും ഇവിടെ. ഓക്കെ, ഇതാണ് സംഭവം. ഒരു ഫോട്ടോ എടുത്തു. ഹംസ അല്ല, ആ കാണുന്ന ഐലൻഡിലേക്കാണ് നമ്മളെ കൊണ്ടുപോയി കാണിക്കാൻ പോകുന്നത്. ഏതാ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ഥലത്താണ്? എല്ലാവരും ബോട്ടെ കൊണ്ടുപോകാൻ പോകുന്നു. ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ഥലത്താണ് പോണേ. അവിടെയാണ് അഗ്നിപർവ്വതം ഉള്ളത്. അഗ്നിപർവ്വതത്തെ കൂടി നീ വന്നേ. അപ്പൊ അവിടെ അവിടെ കാട്ടുമനുഷ്യര്. ഇതിപ്പോ നമ്മൾ ഇടുക്കിയുടെ സൈഡിൽ നിന്ന് ഇത് ഇടുക്കിയിൽ നിന്ന് മലയാളം കുറുവനും കുറുവത്തി അവരുടെ കൊച്ചായിരിക്കും അടുത്തേക്ക്. അതെ, ശരി. റിപ്ലിക്ക എടുത്ത് വെച്ചായിരിക്കും ദൈവത്തിന് മടുത്ത. ദൈവം ഭൂമി ഉണ്ടാക്കിയ ഭൂമിയെ റിപ്ലിക്കാണ് മടുത്താണ് ദൈവം. എല്ലാം വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കണ്ടേ, അതുകൊണ്ടാണ്. ചില സ്ഥലങ്ങളിൽ ഒരേപോലെ, അങ്ങനെയുള്ള ചില സ്ഥലങ്ങൾ ഒരേപോലെ. അങ്ങനെ ലൂപ്പ് ട്രാക്ക് പോയി കറങ്ങി വരാനാ. ഇങ്ങനെ പോയിട്ട് മെയിൻ ട്രാക്കിലേക്ക് കയറുള്ളൂ. വീണ്ടും അങ്ങനെ തന്നോട് പോകും. അതിങ്ങനെ കറങ്ങി അങ്ങനെ ഓട്ടി ഇങ്ങനെ വന്ന് ഇവിടെ ചേരും. അത്ര ഉള്ളൂ. ഇല്ല, മുതലുണ്ടായി. മുതലിറച്ചി ഇവിടെ കിട്ടണല്ലേ? ഇല്ല, ഇവിടെ പിന്നെ മുതലൊന്നുമില്ല.
ഈ ഇതാടിയാ പക്ഷി നീ പറഞ്ഞ അവിടെ പരമ്പച്ചെന്ന വിഷയമൊക്കെ ഉണ്ടോ? ആ തൂണ ഇരിക്കുന്നുണ്ടോ? ആരാ തൂണ ഇരിക്കുന്ന നോക്കടി. ഒരു തൂണല്ലേ ഉള്ളൂ. ആണ് തപ്പിക്കൊണ്ടിരുന്ന പക്ഷി. ഇവിടെ നീന്തിയല്ലോ അപ്പുറത്തേക്ക്. നല്ല പൊള്ളി നല്ല സെറ്റപ്പ് അത്. ചൂടുവെള്ളമില്ലത്. എന്നാ പക്ഷികൾ കയറിയിരുന്ന ഇല്ല. എടിയാ 30-31 കുറേ ദൂരം ഉണ്ടോ? അവിടെ ആയിരിക്കും. 31 എത്തി. ടോയ്ലറ്റ് കണ്ടെന്നാലും 31 ആയെന്നല്ലേ അർത്ഥം. വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. വേണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട. ഇതിനെന്തിനും നെറ്റ് അടിച്ചേക്കെന്നറിയോ? പെന്നി പോയിരിക്കും. പയ്യെ പോവനെ, എന്തിനാ ധൃതി? അല്ല, കുറച്ചു നേരം നിന്നിട്ട് പോവാം. ആ, എന്നാണ്ട് വിശേഷമൊക്കെ? സുഖമാണോ? എങ്ങനെയുണ്ട്? ചൂടുണ്ടോ? മുപ്പത് 10:25 ഇവിടെ എത്തണം. ബസ് പിന്നെ തിരിച്ച് റിട്ടേൺ ഉള്ളത് 11:35. എനിക്ക് തോന്നുന്നത് ഈ ഒരു സമയത്തുള്ള ഗസ്റ്റുകളായിരിക്കും. അപ്പൊ ഈ സമയത്ത് നമ്മൾ രണ്ടുപേരേ ഉള്ളൂ. ഈ 9:05 എന്ന് പറഞ്ഞ സമയത്ത് സെലക്ട് ചെയ്തേക്കുന്ന അങ്ങനെയൊന്നുമില്ല. ഒരു ബോട്ട് നിറച്ച ആൾക്കാരും ഉണ്ട്. ഈ കുഞ്ഞു ബോട്ടായിരിക്കും. ആ, ചെറിയ ബോട്ടാണ്. 10-15 പേർക്കുണ്ട്. പിന്നെ അതിന് ടിക്കറ്റ് ഇഷ്ടം ഉണ്ടല്ലോ. 36 സീറ്റ് അവൈലബിൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? 9:05 തൊട്ട് 9:50 വരെ. അതായത് 40 മിനിറ്റ്സ് ആണ് 10 ട്രിപ്പ് ആൾക്കാർക്ക് പോകാൻ വേണ്ടി. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത റൗണ്ട് തുടങ്ങുന്നത്